ഇന്നത്തെ വീഡിയോ എൻ്റെ കയ്യിലുള്ള ഈ ഒരു വണ്ടിനെ പറ്റിയിട്ടാണ്. ഞാനിത് കോഴിക്കോട് നിന്നാണ് കൊണ്ടുവന്നത്. ഈ ഒരു വണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എനിക്ക് വണ്ടി അത്രയും അത്യാവശ്യമായിട്ടുള്ള ഒരു സമയമായിരുന്നു കേട്ടോ. മെയിനായിട്ടും എൻ്റെ പെങ്ങളുടെ അടുത്ത് എനിക്ക് പോകാനായിട്ടായിരുന്നു. പെങ്ങളെ കെട്ടിച്ചേക്കുന്നത് തൃശ്ശൂർ ആയതുകൊണ്ട് എനിക്ക് അവളെ കാണാനായിട്ട് പോകാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. സാധാരണ ഞാൻ റെന്റ് എടുത്തിട്ടാണ് ഞാൻ പോകാറുള്ളത്. ചില സമയത്ത് കൂട്ടുകാരുടെ വണ്ടി എടുത്തുകൊണ്ട് പോകും. ചെറുതാണെങ്കിൽ ഒരു കാർ വാങ്ങാനുള്ള ബഡ്ജറ്റ് ആ സമയത്ത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതുപോലെ ഒരു കാർ എനിക്ക് മുന്നേ ഉണ്ടായിരുന്നു, വിസ്റ്റ ക്വാർട്ടർ ജെറ്റ്. ആ കാർ വിറ്റിട്ടാണ് നമ്മുടെ മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ആ കാറിൽ എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ട്. ഞാൻ കറക്റ്റായിട്ട് ഡ്രൈവിംഗ് പഠിച്ചത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാറിലാണ്. KSRTC ബസ്സിൽ കൊണ്ടുവന്ന് ഇടിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ അതേപോലെ തന്നെ ഒരു സെക്കൻഡ് വണ്ടി എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളത് A to Z കാര്യങ്ങൾ ഞാൻ പഠിച്ചത് ആ കാറിൽ നിന്നാണ്. കാരണം ആ കാർ വീട്ടിൽ കിടന്നേക്കാൾ കൂടുതൽ കാലം വർക്ക്ഷോപ്പിൽ കിടന്നിട്ടുണ്ട്. ആ കാറിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാർ പർച്ചേസ് ചെയ്യാനായിട്ട് പോയത് കേട്ടോ. വിസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോയത് വളരെ നഷ്ടത്തിനാണ്. വിറ്റ് കഴിഞ്ഞതിന് ശേഷം മേടിച്ച ആള് വണ്ടിനെ പറ്റി ഭയങ്കര പരാതിയായിരുന്നു. അങ്ങനെ പരാതി പറഞ്ഞ ഏകദേശം 12,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുത്തുണ്ട്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതൊക്കെ കച്ചവടം ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാരെ തന്ത്രങ്ങളാണ് പൈസ മേടിച്ചെടുക്കാനായിട്ടുള്ളത്. ആ ഒരു നഷ്ടം ഈ ഒരു കാറിലൂടെ ഞാൻ നികത്തിയതായിട്ടാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത്. കാരണം അത്യാവശ്യം അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വില കുറച്ചിട്ടാണ് എനിക്ക് ഈ ഒരു വണ്ടി തന്നത്. കാരണം ഈ ഒരു വണ്ടി ഞാൻ കൊണ്ടുവന്ന സമയത്ത് ചെറിയൊരു വണ്ടി എന്നല്ല, എനിക്ക് ആ വണ്ടി വെച്ചിട്ടുള്ള ആവശ്യം എനിക്ക് വളരെ വലുതായിരുന്നു. ഈ വണ്ടി കൊണ്ടുവരുന്ന സമയത്ത് ഇതിന്റെ ഫസ്റ്റത്തെ ഓണർ എന്നോട് പറഞ്ഞ ലെഫ്റ്റ് സൈഡ് പാച്ച് വർക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ ഒരു അടിഭാഗം പാർട്ട് ഫുള്ള് മാറ്റിക്കളഞ്ഞിട്ട്. കാരണം ചിലപ്പോൾ ഈ ഒരു വണ്ടി ഞാൻ ഒരുപാട് നാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ, അപ്പൊ അതുകൊണ്ട് ബോഡിയിൽ ഇനി ഒരു പണി വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ ഭാഗവും മാറ്റിക്കളഞ്ഞു. ഏകദേശം 30,000 രൂപയോളം പാർട്സ് എടുത്തതിലും പിന്നെ വെൽഡിംഗ് ചാർജിലും ആയിട്ട് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ആ ചേട്ടന്മാർ നല്ല വൃത്തിയായിട്ട് എനിക്ക് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ബോഡി പെയിന്റിംഗ് ആണ്. ബോഡി പെയിന്റ് ഏകദേശം 15,000 to 20,000 വരെ വരുമെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവിടെ നിന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഇന്നർ കോട്ടും ചെയ്തു, അണ്ടർ കോട്ടും ചെയ്തു, വാട്ടർ വാഷ് ചെയ്തു. മെക്കാനിക്കൽ സൈഡ് യാതൊരു കുഴപ്പമില്ല. കോഴിക്കോട് നിന്ന് ഓടിച്ചുകൊണ്ട് വന്ന വണ്ടിയത്. വണ്ടി നോക്കുമ്പോൾ അത്യാവശ്യം ഏജ് ഉണ്ടെങ്കിലും ഒരുപാട് ദൂരമൊന്നും ഓടിയിട്ടില്ല കേട്ടത്. ഞാൻ എൻ്റെ കൈ കിട്ടിയതിന് ശേഷം കൂടിപ്പോ ഒരു 10-15 പ്രാവശ്യം തൃശ്ശൂർ പോയിട്ടുണ്ടാവും. ഞാൻ അത്രയൊക്കെ തന്നെ ഇത് ഓടിയിട്ടുള്ളൂ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനായിട്ട് മറന്നു പോലെ കേട്ടോ.